ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് തെസ്നി. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് സിവിക്സ് ആണ്. സിവിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, സുപ്രധാന നിയമങ്ങൾ. ഈ സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും 5 to 6 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. PSC ആദ്യം ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സിലബസിലേക്ക് ആഡ് ചെയ്യുന്നത്. കുറേ മുമ്പ് നടന്നിട്ടുള്ള PSC എക്സാംസിലൊന്നും ഈ ഒരു സിലബസിലൊന്നും എന്തുണ്ടായിരുന്നില്ല, ഈ ഒരു ടോപ്പിക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടോപ്പിക്ക് തന്നെ വേർതിരിച്ച് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്, സുപ്രധാന നിയമങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് കമ്മീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, എത്ര മാർക്കാണ് ഇതിൽ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു ആക്റ്റാണ്, നിയമമാണ് വിവരാവകാശ നിയമം. അതിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് പഠിച്ചു പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഖാദി ബോർഡ് LDC ആണെങ്കിലും അങ്ങനെ ഒരുപാട് എക്സാംസിനും ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണം, അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കൊന്ന് ഒരു പ്രാവശ്യം കേട്ടിരുന്നാൽ പോലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഞാൻ വിശദീകരിക്കാതെ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്ന് ആദ്യം ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ എത്ര മാർക്ക്, 5 to 6 മാർക്കാണ് ഇതിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെ നിയമങ്ങളെ പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. അതുപോലെ ഏതൊക്കെ കമ്മീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ഒരു ഉള്ളടക്കം, ഒരു ഇൻഡെക്സ് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും എത്ര ഭാഗം നമുക്ക് ഇതിന്ന് കവർ ചെയ്യാനുണ്ട്, എന്തൊക്കെ ഇതിന്ന് പഠിക്കാനുണ്ട് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, വിവരാവകാശ നിയമമാണ്. അതായത് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അതിൽ പെട്ടൊരു നിയമമാണ് വിവരാവകാശ നിയമം. അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ അടുത്തതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. അടുത്തത് പൗരാവകാശ സംരക്ഷണ നിയമം. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചും പൗരാവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അടുത്തതാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. പട്ടികജാതി പട്ടികവർഗങ്ങളോടുള്ള അതിക്രമങ്ങളൊക്കെ തടയാനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഓരോ ദിവസം എന്ത് ചെയ്താൽ അതിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളൂ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. അടുത്തതാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം. പിന്നെ ദേശീയ വനിതാ കമ്മീഷൻ നിയമം, കേരള വനിതാ കമ്മീഷൻ നിയമം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കാനുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് പോക്സോ നിയമം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ നിയമങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ഈ നിയമങ്ങളും കമ്മീഷൻസും പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണ്, ഇതിൽ നിന്നും മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ചെയ്യുള്ളൂ. കാരണം എക്സാം ടൈം നമുക്കൊന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ നമ്മളെ ലെക്ചർ നോട്ട് നോക്കി വായിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒന്നും കൂടി ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കും. ഒരുപാട് നോട്ടൊന്നും ഇത് വേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്താൽ, കാരണം നമുക്ക് ഒത്തിരി ടൈമൊന്നുമില്ല അല്ലേ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പം നമുക്ക് നോക്കിയാലോ. അടുത്തതാണ് കമ്മീഷനുകൾ. ഇപ്പോൾ നമ്മൾ വിവരാവകാശ നിയമം പറഞ്ഞു. ആ വിവരാവകാശ നിയമം ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻസ് പഠിക്കാണ്ട്. അതിലെ കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷന്. പിന്നെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്, ഉപഭോക്തൃ തർക്ക പരിഹാര നിയമം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്. പിന്നെ ബാലാവകാശ കമ്മീഷന്, നമ്മൾ പോക്സോ ആക്റ്റും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള. പിന്നെ വനിതാ കമ്മീഷന്, ന്യൂനപക്ഷ കമ്മീഷന്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കാനുണ്ട്. ന്യൂനപക്ഷ കമ്മീഷന് എന്നുള്ളൊരു ഭാഗത്താണ് അത് വരുന്നത്, ഓർത്തിരിക്കണം. പിന്നെ അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ.
കമ്മീഷൻ, അങ്ങനെ ഇത്രയും കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെ പഠിക്കാനുള്ളത്, എത്ര മാർക്ക് അതെന്ന് വരുന്നത്, ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഓരോ ദിവസം ഇടുന്ന വീഡിയോസ് കറക്റ്റ് ഫോളോ ചെയ്ത് നോട്ട് ചെയ്ത് പഠിച്ച് സെറ്റായിട്ട് മുന്നോട്ട് പോവാം. സിമ്പിളായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ഫസ്റ്റ് നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ആ നിയമങ്ങളിലുള്ള ഫസ്റ്റത്തെ നിയമമാണ് ഇത്, വിവരാവകാശ നിയമം. അപ്പോൾ ആ വിവരാവകാശ നിയമത്തെക്കുറിച്ച് പഠിച്ചാലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത്, നിലവിൽ വന്നതെന്ന 2005 ഒക്ടോബർ 12 റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക, എന്താണ് ഈ വിവരാവകാശ നിയമം? അതായത് ഈ വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടൊന്നും എന്തില്ലായിരുന്നു, നമുക്ക് ഓരോ അധികാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതു അധികാര മേഖലകൾ, അവിടെയൊക്കെയുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം നമുക്കില്ലായിരുന്നു. അങ്ങനെ നമ്മളെ രാജ്യം, അതായത് നമ്മളെ ലോകത്ത് എന്ത് ചെയ്തു, ഓരോ രാജ്യങ്ങളും വിവരങ്ങളൊക്കെ അറിയണം, നമുക്കും വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലെത്തിയപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലോകത്തിൻ്റെ വിവിധ മൂലകളിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്ത് വിവരാവകാശ നിയമം എന്നുള്ള ഒരു നിയമം നമുക്ക് വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ടുള്ളത്, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പി എസ് സിയിൽ എന്തുണ്ട്, നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കുന്നത് തന്നെ എന്താ, നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് ആ എക്സാം എഴുതിയിട്ടുള്ളത്, ആ പോസ്റ്റിൽ നിലവിലുള്ള ഒഴിവുകളും കാര്യങ്ങളും അവിടുത്തെ ഡീറ്റെയിൽസ്, അവിടുത്തെ താൽക്കാലിക ഒഴിവുകളൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ, അറിയാനുള്ള അവകാശമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാ പൗരന്മാർക്കും കിട്ടുന്ന അവകാശമാണ് മൗലികാവകാശം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതികളെ സമീപിക്കാനും നേരിട്ട് സമീപിക്കാനും അത് നമുക്ക് നേടിത്തരാനും അവർക്ക് എന്തുണ്ട്, ബാധ്യതയുണ്ട്. അത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരിക്കലും ഒരു പൗരനും നിഷേധിക്കാൻ പറ്റാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. പക്ഷേ മൗലികാവകാശങ്ങൾ എന്താണ്, നമുക്ക് ചില സാഹചര്യങ്ങളിൽ നിഷേധിക്കാൻ പറ്റും, ചില മൗലികാവകാശങ്ങൾ അല്ലേ, നമ്മളെ അടിയന്തരാവസ്ഥ കാലങ്ങളിലൊക്കെ നിഷേധിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം മൗലികാവകാശങ്ങളിൽ പറയുന്നുണ്ട് എന്ത്, 19A1 ആർട്ടിക്കിൾ 19A1 എന്ത് പറയുന്നുണ്ട്, മൗലികാവകാശങ്ങളിൽ പറയുന്നുണ്ട് അറിയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അറിയാനുള്ള അവകാശത്തിനുള്ള അവകാശം എന്താണ്, മൗലികാവകാശമാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാലോ, എന്താണ് 19A1 എന്ത് പറയുന്നുണ്ട്, അറിയാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതൊക്കെ എന്താണ്, മൗലികാവകാശമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഈ അറിയാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തുണ്ട്, പറയാതെ തന്നെ എന്ത് പറയുന്നുണ്ട്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ. വിവരങ്ങൾ അറിയാനുള്ള അവകാശം അവിടെ ഉണ്ട് എന്ന് പറയാതെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ത് വരുന്നത്, വിവരാവകാശ നിയമം വരുന്നത്. അതായത് ഏതൊരു അധികാര സ്ഥാപനം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ പൗരന്മാർക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അതൊക്കെ ആ വിവരങ്ങളൊക്കെ ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഈ ഒരു നിയമത്തിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ഈ നിയമം നമുക്ക് എന്താണ്, അവകാശമായി കിട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കണം. പക്ഷേ ചില അധികാര സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ നമുക്ക് കിട്ടൂല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിജിലൻസ്, രഹസ്യാന്വേഷണ പോലീസ് എന്നൊക്കെ നമ്മൾ പറയൂലേ തമാശയിൽ. അപ്പോൾ ഈ വിജിലൻസിൻ്റെ കീഴിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടൂല. അതുപോലെ നമ്മളെ രാജ്യത്തിന് ദോഷകരമാകുന്ന എന്തെങ്കിലും, അതായത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദിച്ചറിയാൻ പറ്റില്ല. കാരണം എന്താ, അത് പുറത്തോട്ട് വന്നാൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കും. അങ്ങനെ സുരക്ഷിതത്തെ ബാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് നൽകാൻ പറ്റുമോ, ഇല്ല, ഒരിക്കലും നൽകാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ വിവരങ്ങൾ, അതേപോലെ ഒരു വ്യക്തിയുടെ ജീവന്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ അകപ്പെട്ടൊരു വ്യക്തി, അവരുടെ ജീവന് ആപത്ത് വരുത്തുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തോട്ട് വിടാൻ പറ്റൂല. അപ്പം അങ്ങനത്തെ വിവരങ്ങളോ നമുക്ക് പറ്റൂല. അല്ലാത്ത ഒരു പൊതു അധികാര സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ലഭിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു വിവരാവകാശ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഈ വിവരാവകാശ നിയമം എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കോടതികളിൽ നമ്മളിപ്പോൾ ഒരു കേസിന് പോവുകയാണെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ആ കേസിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ, നമുക്ക് വാദിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താണ്, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറഞ്ഞതാണ് എന്താണ് വിവരാവകാശ നിയമം എന്നുള്ളത്. അപ്പോൾ ഞാൻ സെൻറ്റൻസ് പോലെ ഒന്നും കൂടി പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ വിവരാവകാശ നിയമത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ ഒരു നിയമം വന്നതിലൂടെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ? പൊതു അധികാരികളുടെ അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റീസിൻ്റെ അധീനതയിലുള്ള അവരുടെ പക്കലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കി കൊടുക്കുക. അതായത് ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യുക, ലഭിക്കുക. അതൊക്കെ എന്താണ്, ഈ വിവരാവകാശത്തിൻ്റെ രീതിയിൽ പെടുന്നതാണ്, അവരുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, വിവരങ്ങളൊക്കെ നൽകുക എന്നത് വിവരാവകാശത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിലുള്ള ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സർക്കാർ പ്രവർത്തനങ്ങളിലെ അഴിമതിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യലും ഏതിൻ്റെ ഒരു പരിധിയിൽ വരുന്നത്, ആ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന. ഇപ്പോൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യൂല, അഴിമതി നടക്കില്ല അല്ലേ. വിവരങ്ങൾ കറക്റ്റ് നമുക്ക് നൽകണം എന്ന് ഉള്ള ഒരു ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യൂല, അവിടെ അഴിമതിയും കാര്യങ്ങളും നടക്കൂല. അപ്പോൾ അതും എന്താണ്, വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ഓർത്തിരിക്കണം. ലഭ്യമായ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക എന്നതും ഈ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. അതായത് നമുക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതു അധികാര മേഖലയിൽ പോയാൽ അവിടെ എന്തെങ്കിലും ഒരു അനീതി നടക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള അതിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വേണം, നമ്മളെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. എനിക്ക് ഇത്തരം വിവരങ്ങളൊക്കെ വേണം, ഇവിടുത്തെ വിവരങ്ങളുടെ ലിസ്റ്റൊക്കെ എനിക്ക് വേണം, ഒരു പേപ്പറിൽ എനിക്ക് എഴുതി തരണം. അങ്ങനെ പറയുമ്പോൾ അവർക്ക് അവർക്കൊരു നമ്മളോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും, ഒരു പ്രതിബദ്ധത ഉണ്ടാവും. എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠതയും അതുപോലെ സത്യസന്ധതയും ഉണ്ടാവും. അതാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ലഭിച്ചത്, ഒരു പൊതു അധികാരിയുടെ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥാപനത്തിൻ്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയിട്ടുള്ള പ്രമാണങ്ങളും രേഖകളൊക്കെ പരിശോധിക്കാനുള്ള, അതിൻ്റെ കോപ്പിയൊക്കെ എടുക്കാനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട്, നമ്മളെ പൗരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓർത്തിരിക്കണം. പൗരന്മാർക്ക് എന്തുണ്ട്, രേഖകളും പ്രമാണങ്ങളൊക്കെ പരിശോധിക്കാനുള്ള അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കോപ്പികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ സാമ്പിളുകളൊക്കെ എടുക്കാൻ പറ്റും. ആ വിവരത്തിൻ്റെ സാമ്പിൾ, ഒരു സ്ഥാപനത്തിൻ്റെ വിവരത്തിൻ്റെ സാമ്പിളുകൾ, അവരുടെ ഇപ്പം PSCൻ്റെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒഴിവുകൾ, അവിടെ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോപ്പിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഡിസ്ക് ഫ്ലോപ്പിയിലോ ഒക്കെ നമുക്ക് കിട്ടാൻ പറ്റും. അതാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ വിവരങ്ങൾ കിട്ടുക, കമ്പ്യൂട്ടറുകളിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ച് വെച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ പ്രിൻ്റ് ഔട്ടുകൾ നമുക്ക് കിട്ടും, ഫ്ലോപ്പികൾ കിട്ടും, ഡിസ്കുകൾ കിട്ടും. ഡിസ്കിലൊക്കെ നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ എനിക്ക് ഡിസ്കിലായിട്ട് വേണമെന്ന് പറയുമ്പോൾ ഡിസ്കിൽ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിച്ചിട്ട് അവർ തരും. അതേപോലെ വീഡിയോ കാസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കാസറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, തരാനുള്ള അധികാരം, അവകാശം, ചുമതലയ്ക്ക് ആർക്കുണ്ട്, ഈ വിവരാവകാശ കമ്മീഷൻ്റെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്ഥാപനങ്ങൾക്കുണ്ട്. ഓർത്തിരിക്കുക, സ്ഥാപനങ്ങൾക്കുണ്ട്. പക്ഷേ ചില സ്ഥാപനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഏതൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. അതായത് ചില സ്ഥാപനങ്ങളിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് നൽകൂല. നമ്മളവിടെ എത്ര പോയി ചോദിച്ചാലും അവർ നൽകുന്ന ഒരു യാതൊരു, നമ്മളിപ്പോൾ എത്ര കെഞ്ചിയാലും എന്ത് ചെയ്യൂല, ആ വിവരങ്ങൾ നൽകൂല. കാരണം അത് ഈ ഒരു വിവരാവകാശ നിയമത്തിൽ നിന്നും പരിധിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്.
ചില വിവരങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പൗരന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് സെക്ഷൻ 8 പ്രകാരം ഓർത്തിരിക്കണം, സെക്ഷൻ 8 പ്രകാരം താഴെ പറയുന്ന വിവരങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പൗരനും ലഭ്യമാകാൻ പറ്റൂല, നൽകാൻ പാടില്ല. അങ്ങനത്തേൽ പെട്ട ഒന്നാണ് എന്ത്, നമ്മുടെ ഭാരതം, നമ്മളെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും അതേപോലെ തന്ത്ര പ്രാധാന്യത്തെയും ഒന്നും എന്താക്കാൻ പാടില്ല, കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഹാനികരമായി ബാധിക്കും എന്ന് ഉറപ്പുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന് പ്രേരണ ചെലുത്തുന്നതുമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, നൽകാൻ പറ്റൂല. അതായത് ഞാൻ പറയാണ്, എന്താ ഇതിൽ പറയുന്നത്, നമ്മളെ ആ ഭാരതത്തിന് എന്തുണ്ട്, ഒരു അഖണ്ഡതയുണ്ട്, അതേപോലെ സുരക്ഷിതത്വമുണ്ട് അല്ലേ, അതേപോലെ വിദേശ കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ വിദേശ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വിട്ടാൽ ചിലപ്പോൾ എന്താണ്, നമ്മളെ രാജ്യത്തിൻ്റെ അധികാരത്തെയും അതുപോലെ സംരക്ഷണത്തെയും സുരക്ഷിതത്വത്തെയും ഒക്കെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് നൽകുകയില്ല. അതാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ അടുത്തത് എന്താ പറയുന്നത്, നമ്മളെ പാർലമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ. അതായത് പാർലമെൻറ്റിനോ സംസ്ഥാന നിയമസഭകളൊക്കെ ഉണ്ടല്ലോ, പാർലമെൻ്റ് ഉണ്ട്, സംസ്ഥാന നിയമസഭകളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയാണ് അവരുടെ നിയന്ത്രണത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ടാവും. ആ അവകാശങ്ങളൊക്കെ ലംഘിക്കുന്ന രീതിയിൽ അവിടെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് വിടാൻ പറ്റില്ല. പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലൊക്കെ ഒരുപാട് എന്തുണ്ടാവും, അവകാശങ്ങളും അവർക്ക് എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ജനങ്ങളിലേക്ക്, പൗരൻ്റെ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് വിടാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ഒരു വിശ്വാസത്തിലൂടെ, അതായത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഒരാൾക്ക് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങളുണ്ടാവും പൊതു അധികാര സ്ഥാപനങ്ങളിൽ, അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് വിടാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഒരാളെ ജീവനോ അല്ലെങ്കിൽ ശാരീരിക സുരക്ഷിതത്തെയോ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരാളെന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, അപ്പോൾ അയാളുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്താതെ അയാളുടെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തോട്ട് വിടാൻ പറ്റില്ല. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും വ്യക്തികളുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്തെയോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, അപകടത്തിലാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തോട്ട് വിടാൻ എന്ത് പറ്റൂല, വിവരാവകാശ നിയമത്തിൽ പറ്റൂല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകാം. അപ്പോൾ എന്താണ് വിവരാവകാശ നിയമം നിങ്ങൾക്ക് ക്രിസ്റ്റലായിട്ട് മനസ്സിലായി. പിന്നെ എന്തൊക്കെ ഈ വിവരാവകാശ നിയമത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്താണ് എന്തൊക്കെ കിട്ടില്ല എന്നും നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഒരുപാട് അധികാര സ്ഥാപനങ്ങളുണ്ട്, വിജിലൻസ് കമ്മീഷന്, അതേപോലെ ചില ന്യൂനപക്ഷ കമ്മീഷന്, അവരുടെ കീഴിലുള്ള അവകാശങ്ങളും വിവരങ്ങളും നമുക്ക് ലഭിക്കില്ല. അതും കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ PSC എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം, ഇപ്പോൾ എന്താ വിവരാവകാശ നിയമം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ കറക്റ്റായിട്ടുണ്ട്. ഈ വിവരാവകാശ നിയമം ലോകത്ത് ആദ്യമായിട്ട് പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിക്കും. ഏതാ രാജ്യം? സ്വീഡനാണ്. ഓർത്തിരിക്കണം, ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ ഈ വിവരാവകാശം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളെ പൗരന്മാർക്ക് ഒരുപാട് വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ പറ്റുന്ന ഒരു അവകാശമാണ്, ഒരു നിയമമാണ് ഇത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. സ്വീഡനിലാണ് ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുള്ള രാജ്യം. അപ്പോൾ PSC നിങ്ങളോട് ചോദിക്കുകയാണ്, വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ രാജ്യം അല്ലെങ്കിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം, അല്ലെങ്കിൽ എന്ത് ചോദിക്കുകയാണ്, വിവരാവകാശ നിയമം ലോകത്താദ്യമായി നടപ്പിലാക്കിയ രാജ്യം. ഇങ്ങനെ 3 രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. എല്ലാത്തിനും ആൻസർ എന്താ? സ്വീഡൻ എന്നാണ്. ഓർത്തിരിക്കണം. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പൗരന്മാർക്ക് വിവരാവകാശ നിയമ നിർമ്മാണം, എന്താണ് വിവരാവകാശ നിയമ നിർമ്മാണം നടത്തിയിട്ടുള്ള ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും എന്താ ആൻസർ? സ്വീഡനാണ്. എന്താ ചോദിച്ചത്? പൗരന്മാർക്ക് എന്താ വിവരാവകാശ നിയമ നിർമ്മാണം നടത്തിയിട്ടുള്ള, അതായത് ഒരു വിവരാവകാശ നിയമം വരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം, ആ നിയമം നിർമ്മിക്കണം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, വിവരാവകാശ നിയമ നിർമ്മാണം അങ്ങനെ നടത്തിയിട്ടുള്ള ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും എന്താണ് ആൻസർ പറയേണ്ടത്? സ്വീഡനാണ്. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ,
നമ്മളെ ഈ സ്വീഡന് ഈ ഒരു വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ എന്താക്കിയിട്ടുണ്ടാവും, പാസ്സാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. പിന്നെ അടുത്തതാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ രാജ്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവ ഏതൊക്കെയാണ്? നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന എന്താണ്? സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. എവിടെയാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ? വടക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന വടക്കൻ യൂറോപ്പിലെ സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഇത്തരം രാജ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് വിവരാവകാശ നിയമം ലോകത്ത് പാസ്സാക്കിയത്. ആദ്യ രാജ്യം സ്വീഡനാണ്. പക്ഷേ നിങ്ങളോട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ഗണത്തിൽ പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പെടുന്ന, അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന വടക്കൻ യൂറോപ്പിലെ സ്വീഡന്, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്. സ്വീഡന്, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്. ഓർത്തിരിക്കുക SNDP എന്ന് കേട്ടിട്ടില്ല? നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സമിതിയാണ് അല്ലേ SNDP. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യുക. SNDF എന്ന് ഓർത്തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സ്വീഡന്, പിന്നെന്താണ്? സ്വീഡന്, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഇത്രയും രാജ്യങ്ങളാണ് ആദ്യമായിട്ട് ഇത് പാസ്സാക്കിയത്. ഓർത്തിരിക്കുക. അടുത്തത് നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ മുമ്പേ പറന്ന പക്ഷി എന്നറിയപ്പെടുന്ന രാജ്യമേതാ? സ്വീഡനാണ്. ഓർത്തിരിക്കണം. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ മുമ്പേ പറന്ന പക്ഷി എന്നറിയപ്പെടുന്ന രാജ്യം സ്വീഡനാണ്. കാരണം ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് സ്വീഡനിലാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മുമ്പേ പറന്ന പക്ഷി എന്ന് അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ മുമ്പേ പറന്ന പക്ഷി എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്വീഡൻ. കാരണം എന്താ? ഇവിടെ നമ്മളെ സ്വീഡനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട്. അതായത് അന്ന് ഒരുപാട് നമ്മളെ ഈ പ്രസ് ഉണ്ടല്ലോ, അതായത് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ ഇല്ലായിരുന്നു? സ്വീഡനിൽ ഉണ്ടായിരുന്നില്ല. ഓർത്തിരിക്കണം. 1766 ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അച്ചടിക്കാനൊന്നും അന്ന് എന്തില്ല? മാധ്യമങ്ങൾക്ക് അവകാശമില്ലായിരുന്നു. ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അച്ചടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം അന്ന് സ്വീഡനിൽ ഉണ്ടായിരുന്നില്ല. ഓർത്തിരിക്കണം. മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്റ്റാണ്, സ്ഥാപിക്കുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഏത്? ഈ ഒരു പ്രസ് ആക്ട് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഫ്രീഡം ഓഫ് ദി പ്രസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീഡനിൽ ആ ഒരു കാലത്ത്, ഏത് കാലത്ത്? 1766 എന്ത് വന്നില്ലായിരുന്നു? ഈ ഒരു ആക്ട് വരുന്നതിന് മുമ്പ് 1765 ഈ ഒരു കാലഘട്ടങ്ങളിലൊന്നും മാധ്യമ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതായത് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പത്രങ്ങളിൽ അച്ചടിക്കാൻ പാടില്ല, വിവരങ്ങളൊന്നും ശേഖരിക്കാൻ പാടില്ല. അപ്പോൾ അതിനെതിരെ ആ ഒരു നിയമം പാസ്സാക്കുകയാണ്. എന്ത് നിയമം? ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നാൽ, ഈ ഒരു നിയമം കൊണ്ടുവന്നാലാണ് ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കുറിച്ച് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. ആ ഒരു ആക്റ്റാണ് ഫ്രീഡം ഓഫ് ദി പ്രസ് ആക്ട്. എന്താണ്? ഫ്രീഡം ഓഫ് ദി പ്രസ് ആക്ട്. ഓർത്തിരിക്കുക. 1766 ഇത് നടപ്പിലാക്കിയത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്തിരിക്കണം. 1766 ഫ്രീഡം ഓഫ് ദി പ്രസ് ആക്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. ഔദ്യോഗിക വിവരങ്ങളും രേഖകളും പൊതുജനങ്ങൾക്ക് ലഭിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ്? ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ, രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭിക്കണം എന്നത് ഇവരുടെ ഭരണഘടനയിൽ തന്നെ എന്ത് ചെയ്തു? ഏർപ്പെടുത്തിയിട്ടുള്ള നിയമമാണ് 1766 ഫ്രീഡം ഓഫ് ദി പ്രസ് ആക്ട്. ഓർത്തിരിക്കണേ. സെറ്റാണല്ലോ? ക്ലിയർ ആണല്ലോ?
കാരണം കുറേ കാലം മുമ്പുണ്ടല്ലോ 1923 എന്തുണ്ട്, നമ്മൾ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നു അല്ലേ, ഇന്ത്യയിലൊക്കെ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്താണ്, നമുക്ക് സർക്കാർ എന്തുണ്ടായിരുന്നു, ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. എന്തായിരുന്നു ആ നിയമം? ആ നിയമം പ്രകാരം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, വിവരങ്ങൾ സർക്കാരിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ നിന്നും സാധാരണക്കാർക്ക് വിവരങ്ങളൊന്നും ലഭിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് വിവരാവകാശ നിയമം എന്നുള്ള നിയമത്തിന് ഇത്രയും ഒരു പ്രാധാന്യം വരുന്നത്. പണ്ട് കാലങ്ങളിൽ 1920, 22 ആ ഒരു കാലഘട്ടത്തിലൊന്നും ആ കാലഘട്ടത്തിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിവരാവകാശ നിയമമൊക്കെ വരുന്നത്. അപ്പോൾ ഈ 1923 ഈ ഒരു കാലഘട്ടത്തിലൊന്നും എന്തില്ല, നമുക്ക് വിവരങ്ങളൊന്നും അറിയാനുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആവിഷ്കരിച്ച ഏത് നിയമമാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും സാധാരണക്കാർക്ക് വിവരങ്ങൾ അറിയുന്നതിന് വിലങ്ങുതടിയായത് എന്ന് ചോദിക്കും. അതായത് ഈ ഒരു സർക്കാരിൽ നിന്നും, അന്ന് ഭരിച്ചിട്ടുള്ള സർക്കാരിൽ നിന്നും ഒരു വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അത് ഏത് നിയമപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഔദ്യോഗിക രഹസ്യ നിയമം 1923, ദ ഒഫീഷ്യൽ സീക്രട്ട് ഓഫ് ആക്ട് ഓഫ് 1923. ഓർത്തിരിക്കണം കേട്ടോ. ദ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഓഫ് 1923. അതൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ആക്ട് പ്രകാരമാണ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അവകാശങ്ങളും വിവരങ്ങളൊന്നും ഒരിക്കലും ജനങ്ങളിലേക്ക് എത്തരുത്, വിവരങ്ങളൊന്നും അറിയിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ട് ആയിരുന്നു ഔദ്യോഗിക രഹസ്യ നിയമം 1923 നടപ്പിലാക്കിയത്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു നിയമമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പിന്നീട് എന്ത് ചെയ്തത്, വിവരാവകാശ നിയമം നമുക്ക് വേണം, വിവരങ്ങളൊക്കെ അറിയണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കടന്നു പോയിട്ടുള്ളത്. ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് ചെറിയൊരു ക്ലാസ്സാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് ആരാന്ന്, പിന്നെ നമ്മളെ സ്വീഡനാണ് ഇത് പാസ്സാക്കിയത്. പിന്നെ അതേപോലെ കുറച്ച് രാജ്യങ്ങൾ പറഞ്ഞു, എന്താ വിവരാവകാശ നിയമം പറഞ്ഞു, വിവരാവകാശ നിയമത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെ, അതുപോലെ തന്നെ എന്താണ്, എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമം വരാൻ കാരണമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ എന്തൊക്കെയാണ് സുപ്രധാന നിയമങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളതും എന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, നോട്ടൊക്കെ എഴുതുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സായിട്ട് പിന്നെ ഒരു ദിവസം കാണാം. താങ്ക്